കഥ ആരംഭിക്കുന്നത് ഇച്ചി എന്നു പേരുള്ള കണ്ണു കാണാത്ത ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇച്ചി ഒരു ഗോസ് ഗ്രൂപ്പിലെ അംഗമായിരുന്നു. ഗോസ് എന്ന് പറയുന്നത് ജപ്പാൻ ചരിത്രത്തിൽ അന്ധരായിട്ടുള്ള ഒരു സംഘം ഗായകരുടെ സംഘത്തെയാണ്. അന്ന് തന്റെ പ്രകടനം കഴിഞ്ഞ് മുറിയിൽ നിൽക്കുമ്പോൾ ഇച്ചി അവിടെ ഉണ്ടായിരുന്ന ഒരാളാൽ ആക്രമിക്കപ്പെട്ടു. ലൈംഗിക പീഡനത്തിന് വിധേയയായി. കഥയവിടെ നിന്നും ഇച്ചിയുടെ പാസ്റ്റിലേക്ക് പോകുന്നു. ഇച്ചിയുടെ ഓർമ്മയിൽ ഇച്ചിയുടെ പാരന്റ്സിനെ പറ്റി ഒരറിവുമുണ്ടായിരുന്നില്ല. കുട്ടിക്കാലം മുതലേ അവൾ അന്ധയുമായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് അവൾ സറ്റോയിച്ചി എന്നു പേരുള്ള ഒരു സമുറായിയുടെ അടുത്ത് എത്തിപ്പെടുന്നത്. അന്ധനായ ആ സമുറായി അവളെ രക്ഷപ്പെടുത്തി തന്റെ കൂടെ കൂട്ടി. ഇച്ചിക്ക് സറ്റോയിച്ചി ഒരു അച്ഛനെ പോലായി മാറി. പിന്നാലെ ഗോസ് ഗ്രൂപ്പിൽ സറ്റോയിച്ചി ഇച്ചിയെ കൊണ്ട് ചേർത്തു. അവിടെ ആ ഗോസ് ഗ്രൂപ്പിൽ ഇച്ചി വളർന്നു വന്നു. വാദ്യോപകരണങ്ങൾ അവൾ പഠിച്ചു. കാര്യം സറ്റോയിച്ചി മടങ്ങിപ്പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സറ്റോയിച്ചി ഇച്ചിയെ കാണാൻ വരും. അവൾക്ക് വാൾപ്പയറ്റിൽ പരിശീലനം കൊടുക്കും. ജീവിതത്തിന്റെ ഹാർഡ് റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ അതവൾക്ക് ആവശ്യമായി വരും എന്ന് സറ്റോയിച്ചി ചിന്തിച്ചിരുന്നു. ഇച്ചിയും മികച്ച രീതിയിൽ വാൾപ്പയറ്റിലെല്ലാം മുന്നിട്ട് വന്നു. ഇച്ചി വളരും തോറും സറ്റോയിച്ചിയുടെ വരവും കുറഞ്ഞു. ഒരിക്കൽ സറ്റോയിച്ചി മടങ്ങിപ്പോകുമ്പോ അവൾക്ക് സമ്മാനമായി ചെറിയൊരു മണി കൊടുത്തിരുന്നു. തന്നെ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അന്നായിരുന്നു ഇച്ചി സറ്റോയിച്ചിയെ അവസാനമായി കാണുന്നതും. ഗോസ് ഗ്രൂപ്പ് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് യാത്ര ചെയ്യും. സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. അവിടെയെല്ലാം പെർഫോമൻസ് നടത്തും. കിട്ടുന്ന പണം കൊണ്ട് അവരവരുടെ ജീവിതത്തിലെ അന്നന്നത്തെ കാര്യങ്ങൾ കഴിക്കും. ഗോസ് ഗ്രൂപ്പിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. അവരെല്ലാരും വിവാഹം കഴിക്കാൻ പാടില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. നാളുകൾ അങ്ങനെ കടന്നുപോയപ്പോ ഇച്ചി സുന്ദരിയായ ഒരു യുവതിയായി മാറി. മനോഹരമായി വാദ്യോപകരണം വായിക്കുന്ന ഒരു സ്ത്രീ. അവളെന്ന് ഒരിടത്ത് ഗോസ് ഗ്രൂപ്പിനൊപ്പം പെർഫോം ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ അവളുടെ മേൽ കണ്ണുവച്ചിരുന്നു. ഒറ്റയ്ക്ക് അവളുള്ള സമയത്ത് അയാൾ അവളെ കടന്നുപിടിച്ചു. ബലമായി അവളെ ലൈംഗികാവശ്യത്തിന് ഉപയോഗിച്ചു. ഇച്ചിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ അവൾ ഗോസ് സംഘത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവൾ അപേക്ഷിച്ചെങ്കിലും ആ സംഘത്തിലെ മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഗോസ് സംഘത്തിന്റെ നിയമപ്രകാരം അവൾ പുറത്താക്കപ്പെടുകയായിരുന്നു. അവൾ അന്വേഷിച്ച് തന്നെ പീഡിപ്പിച്ച ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. അയാളോട് നടന്ന കാര്യങ്ങൾ തങ്ങളുടെ ലീഡറുടെ അടുക്കൽ പറയാൻ അവൾ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അയാൾ അവളെ പുച്ഛിക്കുകയായിരുന്നു ചെയ്തത്. പിന്നാലെ വീണ്ടും അവളെ ഉപദ്രവിക്കാൻ വേണ്ടി മുന്നിട്ട് ചെന്നു. ഇത്തവണ ഇച്ചി അത് സഹിക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ സ്റ്റിക്കിനുള്ളിൽ ഒളിപ്പിച്ച വാളെടുത്ത് അവൾ അയാളുടെ ജീവനങ്ങെടുത്തു. അവൾക്ക് ഗോസ് സംഘത്തിലേക്ക് തിരികെ പോവാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അന്നു മുതൽ നാടോടിയായി മാറി. ആകെ ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ, താൻ അച്ഛനായി കരുതുന്ന സറ്റോയിച്ചിയെ ഒന്ന് കാണണം. സറ്റോയിച്ചിയെ തിരഞ്ഞ് അവളുടെ യാത്ര തുടങ്ങി. ആ യാത്രക്കിടയിലാണ് ഇച്ചി മുമ്പ് ഗോസായിരുന്ന തന്റെ സുഹൃത്തായ മിറ്റ്സുവിനെ കാണുന്നത്. മിറ്റ്സുവും ഗോസ് സംഘത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവളാണ്. അതും ആരുമറിയാതെ വേശ്യാവൃത്തി ചെയ്തതിന്. സംസാരിക്കുമ്പോ മിറ്റ്സു ഇച്ചിയോട് പറഞ്ഞു, ഏറ്റവും സുഖമുള്ള പണി ഇതാ, ഒരുപാട് കഷ്ടപ്പെടണ്ട, ആവശ്യത്തിന് പണവും കിട്ടും. പക്ഷേ ഇച്ചിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. മിറ്റ്സു അവളുടെ തൊഴിലിലേക്ക് ഇച്ചിയെ ക്ഷണിച്ചെങ്കിലും ഇച്ചി അതിന് തയ്യാറായില്ല. അവരന്നൊരു സത്രത്തിലെത്തി അവിടെ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഒരു യുവാവ് വന്നു. അയാൾ മിറ്റ്സുവിനെ ലൈംഗിക ആവശ്യത്തിനായി ക്ഷണിച്ചു. മിറ്റ്സുവും അതിന് തയ്യാറായി. പക്ഷെ അയാൾ ഇറങ്ങിയപ്പോ പണം കൊടുത്തിരുന്നില്ല. മിറ്റ്സു അത് ചോദ്യം ചെയ്തു. ഇച്ചിയാണെങ്കിൽ അവിടെ പുറത്ത് മാറിയിരിക്കുന്നുണ്ട്. മിറ്റ്സു ചോദ്യം ചെയ്തതോടെ അയാളും അയാളുടെ രണ്ട് കൂട്ടുകാരും മിറ്റ്സുവിനെ ഉപദ്രവിക്കാനും തല്ലാനുമൊക്കെ ആരംഭിച്ചു. പിന്നാലെ അവർ അവിടെ ഇരിക്കുന്ന ഇച്ചിയെ കണ്ട് ഇച്ചിയുടെ അടുത്തേക്ക് എത്തി. ഇച്ചിക്ക് മേൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. ഇച്ചി തന്റെ വാളൂരാൻ തയ്യാറെടുത്തതായിരുന്നു. അപ്പോഴായിരുന്നു അവിടെയുള്ള ബഹളം കേട്ട് അങ്ങോട്ടേക്ക് ടോമ ഫുജിഹിറ എന്നു പേരുള്ള ഒരു സമുറായി കടന്നു വരുന്നത്. ടോമോ ഒരു നാടോടിയാണ്. ടോമോ അവർക്ക് പണം നൽകാമെന്നും ഇച്ചിയെ വെറുതെ വിടാനും അഭ്യർത്ഥിച്ചു. അവർ ഇച്ചിയെ വിട്ടെങ്കിലും പണം കിട്ടിയതും അവരുടെ മട്ടുമാറി. ടോമോയെ കൊല്ലാൻ അവർ മുന്നിട്ടിറങ്ങി. ടോമയ്ക്ക് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ അവന് തന്റെ വാളൂരാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഭയം, പഴയൊരു ട്രോമ അവനെ പിടികൂടിയിരുന്നു. പക്ഷേ കൃത്യസമയം അത് മനസ്സിലാക്കി ഇച്ചി മുന്നിട്ട് വന്നു. തന്റെ വാളൂരി ആ 3 ദുഷ്ടന്മാർക്കെതിരെയും പോരടിച്ചു. അവരെ കൊന്നുതള്ളി. ആ സമയത്താണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഇച്ചി കൊന്ന 3 പേരും ബാങ്കിറ്റോ എന്ന് വിളിക്കുന്ന ഒരു റിബൽ ഗ്രൂപ്പിന്റെ മോഷണ സംഘത്തിലെ മെമ്പേഴ്സാണ്. അധികം വൈകാതെ ഇച്ചി അവിടെ നിന്ന് മുമ്പോട്ടേക്ക് യാത്ര തിരിച്ചു. സറ്റോയിച്ചിയെ കണ്ടെത്തൽ മാത്രമാണ് ലക്ഷ്യം. മിറ്റ്സുവിനെ അവൾ അവിടെ വിട്ടിരുന്നു. മിറ്റ്സുവിന്റെയും തന്റെയും ഐഡിയോളജിയും ചിന്തകളും മറ്റു പലതുമാണ് എന്നിച്ചി മനസ്സിലാക്കി. ഇച്ചിക്ക് പിന്നാലെ ടോമയും ചെന്നു. വളരെ സില്ലിയായിട്ടായിരുന്നു ടോമയുടെ പ്രകൃതമൊക്കെ. അവർക്കിടയിൽ ഒരു സൗഹൃദവും വളർന്നു.
യാത്ര ചെയ്ത് അവരടുത്ത നഗരത്തിലെത്തി. ബിറ്റ്സു എന്നായിരുന്നു ആ നഗരത്തിന്റെ പേര്. അവിടെ വെച്ചിട്ടാണ് കോട്രോ എന്ന് പേരുള്ള ഒരു പയ്യനെ അവർ പരിചയപ്പെടുന്നത്. അവരെ സഹായിക്കാമെന്നേറ്റ് അവർക്കടുത്തെത്തിയതായിരുന്നു കോട്രോ. അവർക്ക് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാം എന്നൊക്കെ കോട്രോ പറഞ്ഞു. പക്ഷേ ഇച്ചിയും ടോമോയും അന്വേഷിച്ചിരുന്നത് അവിടുള്ള ഒരു ചൂതുകളി കേന്ദ്രമായിരുന്നു. കോട്രോയുടെ സഹായത്തോടെ അവരങ്ങോട്ടേക്ക് എത്തപ്പെട്ടു. ടോമ ചൂത് കളിക്കാൻ കയറി. ഇച്ചിയാണെങ്കിൽ ആ സമയം സറ്റോയിച്ചിയെ പറ്റി അവിടെ അന്വേഷിക്കുകയാണ്. പക്ഷെ വേണ്ട വിവരമൊന്നും കിട്ടിയില്ല. ടോമയാണെങ്കിൽ ആദ്യഘട്ട കളികളിൽ പരാജയപ്പെട്ടു. അപ്പോഴാണ് ഇച്ചി അവന്റെ സഹായത്തിനെത്തുന്നത്. തന്റെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടും ശബ്ദം കൊണ്ടുള്ള തിരിച്ചറിവ് കൊണ്ടും കൃത്യമായി ഓരോ ഉത്തരവും പ്രഡിക്റ്റ് ചെയ്യാനും അതുവഴി ടോമയ്ക്ക് പണം നേടിക്കൊടുക്കാനും ഇച്ചിക്ക് കഴിഞ്ഞു. വലിയ തോതിൽ ടോമ പണം സമ്പാദിച്ചു. ആ ചൂതുകളി കേന്ദ്രവും ആ നഗരത്തിന്റെ അധികാരവും കൈയാളിയിരുന്നത് അവിടുണ്ടായിരുന്ന ശിരക്കാവ എന്ന ക്ലാനായിരുന്നു. അത് ഒരു യാക്കുസ ഫാമിലിയാണ്. അവരാണ് അവിടെ നിയന്ത്രിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ഇച്ചി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ടോമയും കളി മതിയാക്കി ഇച്ചിയുടെ പിന്നാലെ ചെന്നു. കോട്രോയും അവരുടെ കൂടെയുണ്ടായിരുന്നു. താമസിക്കാനുള്ള ഇടത്തേക്ക് ഇച്ചിയെ കോട്രോ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പക്ഷേ ആ വഴിയിൽ വെച്ച് അങ്ങോട്ടേക്ക് അവരുടെ പിന്നാലെ ചൂതുകളി കേന്ദ്രത്തിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ട ബാങ്കിറ്റോ മെമ്പേഴ്സ് എത്തി. കള്ളന്മാരായ അവർ ടോമക്ക് കിട്ടിയ പണം പിടുങ്ങാനായിരുന്നു എത്തിയത്. പതിവ് പോലെ ടോമയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ. പക്ഷേ വാള് പുറത്തെടുക്കാൻ അവന് ഭയമാണ്. ടോമ വല്ലാതായി നിൽക്കെ ഇച്ചി അതിലും ഇടപെട്ടു. അങ്ങോട്ടേക്ക് വന്ന കള്ളന്മാരെ വെട്ടിവീഴ്ത്തി. തൊട്ടു പിന്നാലെ ബഹളവും മറ്റും കേട്ട് അങ്ങോട്ടേക്ക് മറ്റു ചിലരും കൂടി എത്തിയിരുന്നു. ആ ചൂതുകളി കേന്ദ്രത്തിന്റെ ഉടമകളാണ് അവർ. ശിരക്കാവ ഗ്യാങ്ങിലെ മെമ്പേഴ്സും വന്നെത്തിയ വ്യക്തികളിൽ ഒരാൾ ടൊറാജിയായിരുന്നു, യാക്കുസ നേതാവിന്റെ മകൻ. ബാങ്കിറ്റോ ഗ്യാങ് കാരണം ശിരക്കാവ ഗ്യാങ്ങിന് എപ്പോഴും പ്രശ്നമാണ്. അവർ ആ നഗരം പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിറ്റോ മെമ്പേഴ്സിനെ വകവരുത്തിയ അവരോട് വന്നെത്തിയവർക്ക് വല്ലാത്ത ബഹുമാനം തോന്നി. അവർ ചിന്തിച്ചത് ടോമയാണ് അവരെയൊക്കെ കൊന്നുതള്ളിയത് എന്നായിരുന്നു. ഇച്ചിയും കോട്രോയും അത് തിരുത്താനും പോയില്ല. ടൊറാജി ബഹുമാനത്തോടെ ടോമയെ സെൻസെ എന്ന് വിളിച്ചു. പിന്നാലെ യാക്കുസ നേതാവിന്റെ ബോഡി ഗാർഡ് ആവാനുള്ള ഒരു ഓഫറും മുമ്പോട്ടേക്ക് വെച്ചു. നല്ല ശമ്പളവും അയാൾ വാഗ്ദാനം ചെയ്തിരുന്നു. ടോമയ്ക്ക് നിരസിക്കാനാവാത്ത ഒരു ഓഫർ. ഇച്ചയുടെ മൗനാനുവാദം കൂടി ആയതോടെ ടോമ അത് സ്വീകരിച്ചു. പിന്നാലെ ഇച്ച കോട്രോയുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. ടോമോ ആകട്ടെ ശിരക്കാവ ക്ലാനിലേക്കും പോയിരുന്നു. കോട്രോയുടെ അച്ഛൻ ഒരു കുടിയനാണ്. പക്ഷെ അയാൾ നല്ല മനുഷ്യനായിരുന്നു. ഇച്ചി തൽക്കാലം അവിടെ തങ്ങി സറ്റോയിച്ചിയെ പറ്റി അന്വേഷിക്കാനും ജോലികളിൽ കോട്രോയെ സഹായിക്കാനും തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് ശിരക്കാവ ക്ലാനിൽ ടോമോ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. മികച്ച ഭക്ഷണം ടോമോക്ക് ലഭിച്ചു. കോട്രോയുടെ അച്ഛൻ വഴി ശിരക്കാവ ക്ലാനിൽ പോയി പെർഫോം ചെയ്യാനൊരു അവസരവും ഇച്ചിക്ക് കൈവന്നു. ഇതേസമയം മറുവശത്ത് ബാങ്കിറ്റോ ഗ്യാങ് തങ്ങളുടെ മെമ്പേഴ്സ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞിരുന്നു. പ്രതികാര നടപടിക്കായി അവരുടെ രക്തം തിളച്ചു. ബാങ്കിറ്റോ സംഘത്തിലെ ഗാങ്സ്റ്റേഴ്സ് പഴയ സമുറായികളായിരുന്നു. ഗവൺമെന്റ് അവരെ അവഗണിച്ചു എന്നവർക്ക് തോന്നിയപ്പോഴാണ് അവർ റെബലുകളായി പ്രശ്നക്കാരായി മാറിയത്. അവരുടെ നേതാവ് ബാങ്കി എന്ന് വിളിപ്പേരുള്ള ഒരു റോണിനാണ്, ഒരു പോരാളി. പക്ഷെ അയാൾ ഒരു ക്രൂരനായിരുന്നു. അയാളുടെ മുഖം ഒരു വശം മാസ്ക് കൊണ്ട് എപ്പോഴും മറച്ചിരിക്കും. അയാളുടെ മുഖം മാസ്ക് ഇല്ലാതെ കണ്ടിട്ടുള്ള ആരും തന്നെ ഇന്ന് ജീവനോടെയില്ല. അത് എത്രത്തോളം അപകടമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ കൂടിയുണ്ട്. ഒരിക്കൽ ബാങ്കിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു വേശ്യാസ്ത്രീ കൊണ്ടുവരപ്പെട്ടു. അവരോട് കണ്ണടയ്ക്കണമെന്നും ബാങ്കിയുടെ മുഖത്തേക്ക് നോക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. അവരുടെ കണ്ണു കെട്ടിയായിരുന്നു വിട്ടത്. പക്ഷേ കാമകേളിക്കിടയിൽ അവരുടെ കണ്ണിന്റെ കെട്ട് ലൂസായി. അവർ ബാങ്കിയുടെ മുഖം കണ്ടു. അത് കണ്ട് അവർ അലറി വിളിച്ചു. തൊട്ടടുത്ത നിമിഷം അവർ കൊല്ലപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ടൊറാജിയും യാക്കുസ ലീഡറും തമ്മിൽ, അതായത് ടൊറാജിയുടെ അച്ഛനും തമ്മിലുള്ള സംസാരം ടോമോ കേട്ടു. ചോബി ഷിറക്കാവ എന്നായിരുന്നു യാക്കുസ ഗ്യാങ് ലീഡറുടെ പേര്. പുതുതായി യാക്കുസ ഗ്യാങ്ങിലേക്ക് എത്തിയ ടോമയെ വിളിച്ച് ടൊറാജി പിതാവിന് പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നാലെ ടോമോ ഇച്ചിയെ കാണാൻ പുറപ്പെട്ടു. ഇച്ചിയും കോട്രോയും കൂടി അവിടെ ഒരു നദിക്കരയിൽ മീൻ പിടിച്ചിരിക്കുകയായിരുന്നു. അവിടെത്തി ഇരുവരും സംസാരിച്ചു. സംസാരത്തിനിടയിൽ ചെറിയ വാക്കുതർക്കവും ഉണ്ടായി. ആളുകളെ സഹായിക്കുന്നതിൽ ടോമോയ്ക്കും ഇച്ചിക്കും രണ്ടഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പവർഫുള്ളായ ഇച്ചിക്ക് താൻ കണ്ണു കാണാത്തൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ആരെയും സഹായിക്കണമെന്നില്ല. മറുവശത്ത് ടോമോക്ക് എല്ലാവരെയും സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എന്തോ അതിന് സാധിക്കുന്നില്ല. അന്ന് ടോമോ ഇച്ചിയെ താനുമായി ഒരു പോരാട്ടത്തിന് വെല്ലുവിളിച്ചു. വാളെടുത്ത്
വാളിനു പകരം കമ്പ് ഉപയോഗിക്കാനായിരുന്നു അവൻ ആവശ്യപ്പെട്ടത്. ഇച്ചി അതിന് തയ്യാറായി. ടോമോയും ഇച്ചിയും ഏറ്റുമുട്ടി. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ടോമോ ഒരു പേടിത്തൊണ്ടരൊന്നുമല്ല, മികച്ച സമുറായി തന്നെയാണ്. കമ്പ് കൊണ്ട് പോരാടിയപ്പോ ടോമോയുടെ കഴിവുകൾ പ്രകടമാക്കപ്പെട്ടിരുന്നു. ഇച്ചിക്കുമേൽ ഒരു പ്രഹരം ഏൽപ്പിക്കാൻ പോലും ടോമോക്ക് കഴിഞ്ഞു. ഇച്ചിയുടെ കയ്യിൽ പ്രഹരമേറ്റ ഭാഗത്ത് ടോമോ മരുന്ന് വെച്ച് കെട്ടി. ഇച്ചിക്കും കോട്രോയ്ക്കും ടോമോയുടെ ഈ പെരുമാറ്റത്തിലും എന്തുകൊണ്ടാണ് അവന് തന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാത്തത് എന്നതിലും അതിശയമുണ്ടായിരുന്നു. ടോമോ തന്റെ പഴയകാലത്തെ പറ്റി പറഞ്ഞു. ഒഡാക്ക ക്ലാനിലായിരുന്നു ടോമോ ജനിച്ചത്, അതും വലിയൊരു സാമുറായിയുടെ മകനായി. കുട്ടിക്കാലം മുതലേ അവന് സാമുറായി ആവാനുള്ള പ്രാക്ടീസ് കിട്ടി. മികച്ച സ്പോർട്സ്മാനായി അവൻ വളർന്നു വന്നു. പക്ഷേ നിർഭാഗ്യം നിറഞ്ഞു നിന്ന് ഒരു ദിവസം ടോമോ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ അവന്റെ വാളൊടിഞ്ഞ് അവന്റെ അമ്മയുടെ കണ്ണിൽ കൊണ്ടു. അമ്മ പൂർണ്ണമായി അന്ധയായി മാറി. ആ സംഭവം ടോമോയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. വാളെടുക്കാൻ പിന്നീട് അവന് ഭയമായി തുടങ്ങി. ഇപ്പോഴും ആ ട്രോമ അവനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഉറയിൽ നിന്ന് വാളൂരാൻ അവന് സാധിക്കാറില്ല. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം അവരുടെ ഡോജോ അച്ഛന്റെ ഏറ്റവും മികച്ച ശിഷ്യനെ ഏൽപ്പിച്ച് ടോമോ നാടോടിയായി തന്റെ യാത്ര തുടങ്ങി. ആ യാത്രക്കിടയിലാണ് ടോമോ ഇച്ചിയെ കണ്ടുമുട്ടുന്നതും. അടുത്ത ദിവസം അവിടെ നഗരത്തിൽ ഒരു പരിപാടി നടക്കുകയായിരുന്നു. ഒരു സംഘം ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹാഷു എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് അവരെത്തുന്നത്. അവരെ ഷിരക്കാവ ക്ലാൻ സ്വാഗതം ചെയ്തു. കലാപരിപാടികളോടെയായിരുന്നു അത്. ആ സംഘം എത്തുന്നത് തന്നെ ബാങ്കിറ്റോ ഗ്യാങ്ങിനെ ഒന്ന് പേടിപ്പിക്കാനായിരുന്നു, പൊതുജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങോട്ടേക്ക് ബാങ്കിറ്റോ സംഘാംഗങ്ങൾ എത്തി. അവിടെ ഒരു കലാപം ആരംഭിച്ചു. ഏറ്റുമുട്ടലിൽ ബാങ്കിയുടെ വലങ്കയായ ഐസോ മുന്നിട്ട് വന്ന് പറഞ്ഞു, ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ് മടങ്ങിപ്പോകണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അവർ ഇടപെടേണ്ടതില്ല. ആ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് അങ്ങോട്ടേക്ക് ടോമ എത്തുന്നത്. പക്ഷേ ട്രോമ കാരണം അവന് തന്റെ കറ്റാന വാളൂരാൻ സാധിച്ചില്ല. അടികൊണ്ടവൻ താഴെ വീണു. ഐസോ പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഷിറക്കാവ യാക്കുസ ലീഡറെ കുത്തി. മകനായ ടൊറാജിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ജീവൻ ത്യാഗം ചെയ്യുകയായിരുന്നു. ടൊറാജിയുടെ കയ്യിൽ കിടന്ന് അവന്റെ അച്ഛൻ ഷിറക്കാവ ഗ്യാങ്ങിന്റെ തലവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നാലെ ഐസോ അടികൊണ്ട് വീണ ടോമയെ കൊല്ലാനായി ശ്രമിക്കുകയായിരുന്നു. തന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ കൊന്നത് ടോമയാണ് എന്ന് ചിന്തിച്ചിട്ടായിരുന്നു അത്. പക്ഷേ കൃത്യസമയം അങ്ങോട്ടേക്ക് ഇച്ചിയും കോട്രോയും വന്നു. ഇച്ചി അവരോട് താനാണ് ബാങ്കിറ്റോ മെമ്പേഴ്സിലെ അംഗങ്ങളെ കൊന്നത് എന്ന് വിളിച്ചു പറഞ്ഞു. ആദ്യം ഐസോ അത് വിശ്വസിച്ചില്ല. കാര്യം കണ്ണു കാണാത്ത ഒരു പെണ്ണിന് അതെങ്ങനെ സാധ്യമാകും, അവളുടെ കഴിവൊന്ന് പരീക്ഷിക്ക് എന്ന് പറഞ്ഞ് ഐസോ തന്റെ ആളുകളെ പറഞ്ഞയച്ചു. പറയണ്ടല്ലോ, അവിടെ ഒരു പോരാട്ടം തന്നെ നടന്നു. ഇച്ചി തന്നെ പിടികൂടാൻ വന്നവരെ കൊലപ്പെടുത്തി വിട്ടു. അതോടെ ഇച്ചിയാണ് തന്റെ ആളുകളെ കൊന്നത് എന്ന് ഐസോക്ക് മനസ്സിലായി. ഇച്ചിയെ പിടികൂടി ബന്ദിയാക്കി ബാങ്കിയുടെ മുമ്പിലേക്ക് എത്തിക്കാനായി ഐസോ തീരുമാനിച്ചു. ഇച്ചിയെ അവരുടെ ഇടത്തേക്ക് ഐസോ പിടിച്ചുകൊണ്ടുപോയി. അവിടെ എത്തിയതും ഇച്ചിയോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്കിറ്റോ സംഘത്തിലെ നിരവധി ആളുകളെ ബാങ്കി തന്നെ പറഞ്ഞയച്ചു. ഇച്ചി പക്ഷേ അവരെ ഓരോരുത്തരെയായും വകവരുത്തി. ഒടുവിൽ ബാങ്കി തന്നെ ഇച്ചിയുടെ മുമ്പിലേക്ക് ചാടി വീണു. കനത്ത പോരാട്ടം നടന്നു. ബാങ്കി ഇച്ചിയേക്കാൾ കരുത്തുറ്റ ഒരു ഫൈറ്റർ ആയിരുന്നു. ഇച്ചിയൊടുവിൽ നിസ്സഹായിയായി താഴെ വീണു. ബാങ്കി ഇച്ചിയോട് സംസാരിച്ചപ്പോ സറ്റോ ഇച്ചിയെ തിരഞ്ഞാണ് താൻ നടക്കുന്നത് എന്ന് ഇച്ചി പറഞ്ഞു. അപ്പോഴാണ് ബാങ്കി ആ കാര്യം പറയുന്നത്. സറ്റോ ഇച്ചി ഒരിക്കൽ ഒരു പോരാട്ട സമയത്ത് എന്റെ മുമ്പിലും വന്നുപെട്ടിരുന്നു. പക്ഷേ പ്രായമേറിയ അയാളെ എനിക്ക് കൊല്ലണ്ടി വന്നില്ല. രോഗം തന്നെ അയാളുടെ ജീവനെടുത്തു. രോഗം ബാധിച്ച് സറ്റോ ഇച്ചി മരണപ്പെട്ടു എന്നത് ഇച്ചിയെ വിഷമിപ്പിക്കുന്നതായിരുന്നു. അവശേഷിച്ച ജീവൻ നഷ്ടപ്പെടാൻ ഇച്ചി അവിടെ ഒരിടത്ത് പൂട്ടിയിടപ്പെട്ടു. അടുത്ത ദിവസം ഷിരക്കാവ ക്ലാനിൽ വെച്ച് ടോമ വല്ലാതെ തല്ലിച്ചതയ്ക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലിൽ വാള് പോലും ഊരാൻ പറ്റാതെ ടോമ അടികൊണ്ട് വീണത് അവരൊക്കെ കണ്ടതാണല്ലോ. ടോമ തങ്ങളെ പറ്റിച്ചു, വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷിരക്കാവ ക്ലാൻ മെമ്പേഴ്സ് ടോമയെ തല്ലിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് ടൊറാജി കടന്നു വന്നു. അവരോടത് നിർത്താൻ പറഞ്ഞു. ബാങ്കിറ്റോ ഗ്യാങ്ങിനെതിരെ പൊരുത്താൻ അവന്റെ സഹായം ഇനിയും വേണ്ടിവരും എന്നായിരുന്നു ടൊറാജി പറഞ്ഞത്. അതിനുവേണ്ടി തങ്ങളുടെ കൂടെ നിൽക്കാനും ടൊറാജി ടോമയോട് ആവശ്യപ്പെട്ടു. അന്ന് രാത്രിയിൽ ബാങ്കിറ്റോ ഗ്യാങ്ങിനോട് പൊരുത്താൻ ടോമ അവരുടെ ഇടത്തേക്ക് പുറപ്പെട്ടു ചെന്നു. കോട്രോയുടെ സഹായത്തോടെയായിരുന്നു ടോമ അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത്. അവിടെ പൂട്ടിയിട്ടിരുന്ന ഇച്ചയെ ഒരു തരത്തിൽ ടോമ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അവിടെ നിന്നും രക്ഷപ്പെടുത്തി അടുത്തുള്ള അമ്പലത്തിലെ സത്രത്തിലെത്തിച്ച് ഇച്ചിക്ക് ടോമ കാവലിരുന്നു. ഇച്ചി പതിയെ സുഖപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. സന്ധ്യയോടെ ഇച്ചി മയക്കമുണർന്നു. ഇച്ചി തന്റെ പാസ്റ്റിനെ പറ്റിയും സറ്റോയിച്ചിയെ പറ്റിയും സറ്റോയിച്ചി മരണപ്പെട്ട കാര്യവുമൊക്കെ ടോമയോട് പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് സറ്റോയിച്ചിയെ അവസാനമായി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനാണ്
താൻ സറ്റോയിച്ചിയെ തിരഞ്ഞു നടന്നിരുന്നത് എന്ന് വേദനയോടെ ഇച്ചി ടോമയെ അറിയിച്ചു. അങ്ങനൊന്നും ചിന്തിക്കരുതെന്നും മുമ്പോട്ടേക്ക് ജീവിക്കണം എന്നുമായിരുന്നു ടോമ അവളെ ഉപദേശിച്ചത്. അവളുടെ കൂടെ താനുണ്ടാകുമെന്ന് പറഞ്ഞ് ടോമ അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. സറ്റോയിച്ചി വല്ലാത്തൊരു സമാധാനത്തിലായി. തനിക്ക് വേണ്ടി കെയർ ചെയ്യുന്ന ടോമ തന്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ അവൾക്ക് വന്നു. പിന്നീട് അവളെ വീണ്ടും ഉറങ്ങാൻ അനുവദിച്ച് ടോമ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് പുലർച്ചെയായപ്പോ ടോമ അവിടെ നിന്നും ശിരക്കാവ ക്ലാനിലേക്ക് പുറപ്പെട്ടു. അന്ന് ശിരക്കാവ ക്ലാൻ മെമ്പേഴ്സ് മൊത്തമായി ബാങ്കിറ്റോ മെമ്പേഴ്സിനെ എതിരിടാൻ പോവുകയാണ്. ടൊറാജി തന്റെ സംഘത്തെ മുമ്പോട്ടേക്ക് നയിച്ചു. ഏറ്റുമുട്ടലിടത്തേക്ക് അവരെത്തിച്ചേർന്നു. മറുവശത്ത് ബാങ്കിറ്റോ മെമ്പേഴ്സും എത്തിയിരുന്നു. പറയണ്ടല്ലോ, കനത്ത പോരാട്ടം ആരംഭിക്കുകയാണ്. പക്ഷേ ടോമയ്ക്കപ്പോഴും ട്രോമ കൊണ്ട് വാളൂരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയന്ന് പേടിച്ചവൻ ഒരിടത്ത് മറഞ്ഞു നിന്നു. ഏറ്റുമുട്ടലിൽ ടൊറാജി ഐസോയെ കൊന്നു. തന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം. ഒടുവിൽ ആദ്യഘട്ടം തീർന്നപ്പോ നിരവധി പേർ കൊല്ലപ്പെട്ടു വീണിരുന്നു. കൂടുതൽ നാശനഷ്ടം നേരിട്ടത് ശിരക്കാവ ഗ്യാങ്ങിനാണ്. ബാങ്കിറ്റോ ഗ്യാങ്ങിന് അപ്പോഴും ഒരുപാട് പോരാളികൾ ബാക്കിയുണ്ടായിരുന്നു. എല്ലാവരും അവശരായി കഴിഞ്ഞു. ശിരക്കാവ മെമ്പേഴ്സ് ടോമ എവിടെയെന്ന് അന്വേഷിക്കാനും തുടങ്ങി. പരിക്കേറ്റിരുന്ന ടൊറാജി ഒരു 1-on-1 ഫൈറ്റിന് ബാങ്കിറ്റോ ലീഡർ ബാങ്കി അവനെ വെല്ലുവിളിച്ചപ്പോ മുന്നിട്ടിറങ്ങാൻ പോയി. പക്ഷേ ടോമ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ടൊറാജിയോട് ഇത് താൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് 1-on-1 ഫൈറ്റിനായി മുമ്പിട്ടിറങ്ങി. തീരുമാനിച്ചുറപ്പിച്ച മുഖത്തോടെ ടോമ ബാങ്കിയെ നോക്കി. ഇത്തവണ തന്റെ ട്രോമകളെ അതിജീവിച്ച് വാളൂരി പുറത്തെടുക്കാൻ ടോമയ്ക്ക് സാധിക്കുകയാണ്. പറയണ്ടല്ലോ, പിന്നെ അവിടെ കനത്തൊരു പോരാട്ടം തന്നെ നടന്നു. ഇതേ സമയം മറുവശത്ത് കോട്രോ എത്തി ഇച്ചിയെ വിളിച്ചുണർത്തിയിരുന്നു. ടോമയെപ്പറ്റി ഇച്ചി ചോദിച്ചപ്പോ നടക്കുന്ന പോരാട്ടത്തെപ്പറ്റിയും അതിൽ പങ്കുചേരാൻ ടോമ പോയതിനെപ്പറ്റിയും കോട്രോ പറഞ്ഞു. അത് കേട്ട് അവിടെ തുടരാൻ ഇച്ചിക്ക് പറ്റുമായിരുന്നില്ല. ടോമയെ നോക്കി ഇച്ചി അവിടെ നിന്ന് പുറപ്പെട്ടു. വഴികാട്ടി കോട്രോയും കൂടെയുണ്ടായിരുന്നു. മറുവശത്ത് കനത്ത പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിക്കുമേൽ പരിക്കുകൾ ഏൽപ്പിക്കാൻ ടോമയ്ക്ക് കഴിഞ്ഞു. പക്ഷേ ടോമയ്ക്കും ശക്തമായ 2 കുത്തേറ്റിരുന്നു. സാരമായ പരിക്കേറ്റ ബാങ്കി താഴെ വീണു. ടോമയും താഴെ വീണുപോയിരുന്നു. ആ സമയത്താണ് കോട്രോയുടെ സഹായത്തോടെ ഇച്ചി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇച്ചിയോടി വീണുകിടന്ന ടോമയുടെ അടുത്തെത്തി. ടോമയുടെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു. ജീവൻ നഷ്ടപ്പെടാൻ നിൽക്കുന്ന ആ നിമിഷങ്ങളിൽ ടോമോ ഇച്ചിയോട് ക്ഷമ ചോദിച്ചു. മുന്നോട്ട് ജീവിക്കാൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവില്ലെന്നും ധൈര്യത്തോടെ മുന്നിൽ വെളിച്ചം കണ്ട് ജീവിക്കണം എന്നും ടോമ അവളെ ഉപദേശിച്ചു. അധികം വൈകാതെ അവളുടെ കയ്യിൽ കിടന്ന് ടോമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇച്ചിയും വല്ലാതെ ദുഃഖിതയായിരുന്നു. അപ്പോഴേക്കും വീണിരുന്ന ബാങ്കി വാളുകുത്തി എഴുന്നേറ്റ് വന്നു. ഇച്ചിയെയും ടോമയെയും ഒന്നുകൂടി വെട്ടുവാൻ വാളോങ്ങി അയാൾ നിന്നു. ഇച്ചി ഒട്ടും മടിച്ചില്ല. അത് മനസ്സിലാക്കി അവനെതിരെ തിരിഞ്ഞു. ടോമയെ കൊന്നതിന്റെയും എല്ലാത്തിന്റെയും പ്രതികാരമായി ബാങ്കിയെ അവളങ്ങ് കൊന്നു തള്ളി. ബാങ്കിയുടെ മാസ്ക് തെറിച്ചു പോയിരുന്നു. വിരൂപമായ അയാളുടെ മുഖം വെളിപ്പെട്ടു. തങ്ങളുടെ ലീഡർ കൊല്ലപ്പെട്ടത് കണ്ടതോടെ അവിടുണ്ടായിരുന്ന മറ്റ് ബാങ്കിറ്റോ മെമ്പേഴ്സ് ഭയന്ന് അവിടെ നിന്നോടി. ബിറ്റ്സു എന്ന ആ നഗരം പിന്നീട് ശാന്തമായി മാറി. ശിരക്കാവ ക്ലാനിന്റെ അധിപസ്ഥാനം ഏറ്റെടുത്ത ടൊറോജി ആ നഗരത്തെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് നയിച്ചു. ടോമയുടെ മൃതശരീരം നല്ല രീതിയിൽ അടക്കം ചെയ്തിരുന്നു. അവിടെ നിന്ന് പോകുന്നതിനു മുമ്പ് ടോമയുടെ കുഴിമാടത്തിനടുത്ത് ഇച്ചി എത്തി. അവൻ ഏറെ പ്രിയപ്പെട്ട ഗാനം അവിടെ വെച്ച് ആലപിച്ചു. കോട്രോയും കൂടെയുണ്ടായിരുന്നു. അവിടെ നിന്നും ഒഡാക്ക ക്ലാൻ, അതായത് ടോമോയുടെ ക്ലാൻ ലക്ഷ്യമാക്കി യാത്ര തിരിക്കാൻ ഇച്ചി തീരുമാനിച്ചു. ബഹുമാനാർത്ഥം ടോമോയുടെ വാൾ ഒരു സാമുറായി അർഹിക്കുന്ന ബഹുമാനത്തോടെ അവന്റെ അമ്മയുടെ കുഴിമാടത്തിൽ സമർപ്പിക്കണം. അതായിരുന്നു ഇച്ചിയുടെ ലക്ഷ്യം. ഇച്ചി പോകുന്നതിൽ കോട്രോയ്ക്ക് വിഷമമുണ്ടായിരുന്നു. ഇച്ചി കോട്രോയുടെ കയ്യിൽ ആ മണി ഏൽപ്പിച്ചു. ഒരു ഓർമ്മയായി. പണ്ട് സറ്റോയിച്ചി അവൾക്ക് കൊടുത്ത അതേ മണി തന്നെ. പിന്നാലെ അവനോട് പറഞ്ഞു, മുമ്പ് നീ പറഞ്ഞിരുന്നില്ലേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ, മുന്നോട്ട് പോകുവാൻ ഒരു വെളിച്ചം വേണമെന്ന്. ഇപ്പോൾ എന്റെ മുമ്പിൽ അതുണ്ട്. ടോമോയുടെ ക്ലാൻ ലക്ഷ്യമാക്കി അവൾ യാത്ര തിരിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.